ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ തുടക്കം തന്നെ സിനു ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ. സിനു കഴിക്കുന്നുണ്ട്, ഞാനത് നോക്കി നിൽക്കുന്നുണ്ട്. കാരണം എനിക്ക് ഡയറ്റാണ്, എനിക്കുള്ള കഴിച്ചിട്ടാട്ടോ ഞാൻ പോകുന്നത്. മക്കളൊക്കെ എവിടെ പോയി? രണ്ട് മക്കളെയും കൊണ്ടുവരാതെ ഞങ്ങൾ രണ്ടാളും കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതൊന്നുമല്ല കേട്ടോ, മക്കളൊക്കെ നോക്കി പെരയിലും കൂടി ഈ ഒരു സുഖം ഒരിക്കില്ല. ഇതാണ്ടോ, ഒരാൾ ആ പുറത്തും ഒരാൾ ഈ പുറത്തും കടന്നുറങ്ങാണ്. അപ്പോൾ നമ്മൾ കിഡോപ്പിലോട്ട് വന്നിരിക്കുകയാണ്. കിഡോപ്പി ഇപ്പോൾ കോട്ടക്കലാണ് ഉള്ളത്. നമ്മൾ പുത്തനത്താണിക്കും കൂടി പോകുന്നുണ്ട്. രണ്ടിടത്തെയും കളക്ഷൻസ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ടിങ്ങും കാണിച്ചു തരാം. അപ്പോൾ പറമ്പിലങ്ങാടിയാണ് നമ്മുടെ കോട്ടക്കൽ കിഡോപ്പി വരുന്നത്. കുറേ ആൾക്കാർ കിഡോപ്പി എവിടെയാണ് കോട്ടക്കൽ എന്ന് ചോദിച്ചായിരുന്നു. ഇതാ കാണുന്നുണ്ടോ, തന്നെയാണ് ഗൈസ് കിഡോപ്പി. ഇതാ ഇവിടെ ഉണ്ട് നമ്മളുടെ കിഡോപ്പി, കണ്ടോ? ഓക്കെ, കണ്ടില്ല? കിഡോപ്പി ഉണ്ടല്ലേ, നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും. നിയറസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിയിലൊരു യമാൻ്റെ ഷോറൂമൊക്കെ ഉണ്ട്. രണ്ടെണ്ണം ഉറങ്ങാലേനെ അടുക്കാം. ഭയങ്കര കാഷ്വലായിട്ട് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സ്. മാഷാ അല്ലാഹ്, യമ്മ ലുക്കാണ്. ഇതൊക്കെ നമ്മളെ മക്കൾക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ക്ലോത്ത് യാസ് അടിപൊളിയില്ലേ? കണ്ണടയൊക്കെ വെച്ചോ? അല്ലേഹ എവിടെ നോക്കട്ടെ. ഓ, എന്ത് രസാണ് പഠിച്ചോനെ. ഇത് ഏതാ അറബിക്കുട്ടി വന്നിക്കണ്? അല്ലേ നോക്കട്ടെ. അല്ലേക്ക് കുറച്ചും പാടെ വലുതാവണം. പക്ഷേ ഈ സൈസുള്ള കുട്ടികൾക്ക് തട്ടിപ്പൊളി കിട്ടും. ഇനി അടുത്ത ഡ്രസ്സ് ഇടാൻ വേണ്ടി പോവാണ്. റെഡ് ടീഷർട്ടും ബാഗി പാൻറ്റും. ഇത് ബാക്കിൽ ഇങ്ങനെ ഇൻഡൊക്കെ ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പോൾ ഇതൊക്കെ ബോയ്സിൻ്റെ കളക്ഷൻസ് ആയിട്ട് ഇരിക്കുന്നത്. ഷർട്ടിലാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇതിപ്പോൾ പുതിയ കളക്ഷൻ ഒന്നാണ്. ഓക്കെ, പിന്നെ ഇനി ബ്ലാക്കിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വൈറ്റും എല്ലാ കളേഴ്സും, അതായത് നമ്മൾ അധികം കാണാത്ത കളേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെയാണ്. ഓക്കെ, അത് നമ്മളെ ഇപ്പോഴത്തെ ട്രെൻഡ് സാധനം. ഈ ഓവർ സൈസ്, അതേമാതിരി ഫൈസ് സ്ലീവ്, അതൊക്കെ മക്കൾക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള രസം നോക്കും. വാപ്പാർ മാത്രം ചൊറുക്കായാൽ പോരല്ലോ, മക്കളും കൂടി ചൊറുക്കാക്കണം. ഓക്കെ, ഇതിൻ്റെ തന്നെ വേറെ ഒരു കളർ വന്നിട്ടുണ്ടോ. പിന്നെ അതിൻ്റെ തന്നെ പ്രിൻ്റ്. ഇത് എത്ര ഏജ് മുതലാടാ? 6 മന്ത് മുതൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. അല്ല, ന്യൂ ബോൺ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഇതൊക്കെ 6 മന്തിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നോക്കിക്കേ, ഉണ്ടല്ലേ? എനിക്ക് പറ്റിയൊരു പാൻറ്റും പിന്നെ ഫ്രോക്കിലൊക്കെ നല്ല രസമല്ലേ. ഇതിപ്പോൾ അവനാൻ്റെ കുട്ടികളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ചാൽ മതി, നല്ല രസം ഉണ്ടാവും. ഇനി പിന്നെ ടീഷർട്ടാണെന്നുണ്ടെങ്കിൽ നോക്കി, ടീഷർട്ട് ബേബി ഗേളിൻ്റെ നോക്കിയേക്കി, ഇതൊക്കെ നോക്കി നല്ല രസമല്ലേ. ഇത് ഫ്രോക്കാണല്ലേ, നല്ല രസമുണ്ട്. ഇനി അതിൻ്റെ തന്നെ ബാക്കിൽ വേറൊരു ഫ്രോക്ക് വരുന്നുണ്ട്. ഉണ്ടോ, നല്ല രസമുണ്ട് അല്ലേ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ചുരുക്കാവും. ഇനി പാർട്ടി വെയറിൽ നോക്കിയേക്കി. ഇത് എത്ര വയസ്സ് മുതലാടാ? 1 ഇയർ മുതൽ ഇത് ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മൾ അലേഹ ഇട്ട ഡ്രസ്സാണ് കേട്ടോ. നല്ല അടിപൊളി സാധനം. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട്. ലാവൻഡറിൽ ഫ്രോക്ക് വരുന്നുണ്ട്. പിന്നെ ബാഗ് കൊടുക്കുന്ന വരുന്നുണ്ട്. എനിക്ക് മസ്റ്റായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഷോപ്പുകൾ വിസിറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് കാണാൻ പറ്റുള്ളൂ. ഇത് വീഡിയോയിലൊക്കെ ഒരു പരിധി വരെ നമ്മൾ കാണുന്നുള്ളൂ. അതിൻ്റെ ടീഷർട്ടുകൾ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട്, ഒരുപാട് സൈസിൽ വരുന്നുണ്ട്, പല ടൈപ്പിൽ വരുന്നുണ്ട്. ഇതൊക്കെ ജീനൊക്കെ ഒരു സൈഡ് മീഡിയം, ഒരു സൈഡ് ലേശം ലൈറ്റ് ബ്ലാക്ക് കളർ ജീൻ ഉണ്ടല്ലേ. ഇനി ന്യൂ ബോണിലാണെന്നുണ്ടെങ്കിൽ ന്യൂ ബോൺ കളക്ഷൻസ് ഇരിക്കണോക്കാ ഉണ്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ സാധനം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ സിനു പറഞ്ഞ മാതിരി എസ്തറ്റിക് സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. പിൻട്രസ്റ്റ് വൈബ് അല്ലേ. എത്തിയിട്ടുള്ള നമ്മളെ പുത്തനത്താണിയിലുള്ള കിഡോപ്പിയിലാണ്, ഹലാമാളിലുള്ള കിഡോപ്പിയിൽ. അവിടുത്തെ അതേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. വീട്ടിക്കണ് എന്റെ കുട്ടിയാണെങ്കിൽ ഫുൾ ഓണാണ് ഗൈസ്. തലയിൽ എന്താ നോക്കേ, അലേന്റെ തലയിട്ടോക്കട്ടെ തൊപ്പി. എന്റെ കുട്ടിക്ക് തൊപ്പിയും കണ്ണാടിയൊക്കെ ഇടുന്ന കുട്ടിയാണത്. എന്തായാലും ഗൈസ്, ഇപ്പൊ കാണുന്നൊക്കെ നിങ്ങൾ ലേഡീസിന്റെ ഡ്രസ്സുകളാണ്. നിങ്ങൾ എന്തായാലും ഷോപ്പിൽ വരിക അല്ലേ. കൂടുതൽ കളക്ഷൻസൊക്കെ നമ്മൾ നേരിട്ടേ കാണാൻ കഴിയുള്ളൂ. നമ്മൾ ഫോണിൽ കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നാലും നിങ്ങളുടെ മക്കൾക്കുള്ള ചേരുന്ന എല്ലാ ഡ്രസ്സും ഇവിടെ ഉണ്ട്. നോക്കിക്കേ, ഒക്കെ മോഡൽ ഡ്രസ്സുകളാണ്. ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ബാഗൊക്കെ ആയിട്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ തന്നെ എടുക്കും. പിന്നെ രസമല്ലേ, പോക്കറ്റും കാര്യങ്ങളും. ഇനി ലാവൻഡറിലാണെങ്കിലും റെഡിനാണെന്നുണ്ടെങ്കിലും
എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ ഒരു വെറൈറ്റി മെറ്റീരിയലാണ്. ബോയ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ മാളിൽ നിന്ന് ഇറങ്ങി അതേമാതിരി കോട്ടക്കൽ കിഡോപ്പിയിൽ പോയി. അപ്പം എന്തായാലും നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട്. വേഗം പോയിക്കോളി. കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സാധനം കിട്ടിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് നമുക്കിത് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയണമല്ലോ. കാരണം ഒരുപാട് പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പെട്ടെന്ന് സാധനം എത്തിക്കാൻ പറ്റിയതുമില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ഇപ്രാവശ്യം ഒരു ഹ്യൂജ് കളക്ഷൻസ് എത്തിച്ചിട്ടുണ്ട്. കാരണം വെറൈറ്റി സാധനങ്ങൾ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്രാവശ്യം പെരുന്നാൾ നമ്മളെ കിഡോപ്പി എന്തായാലും മക്കളെ കൊണ്ടുപോകുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇനി മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ആരും മടിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട, എൻ്റെ കുട്ടിക്ക് അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നുള്ളത്. നേരെ കിഡോപ്പിയിലേക്ക് വിട്ടോളി. നല്ല ഇമ്പോർട്ടഡ് സാധനം, വേറെ എവിടെയും കിട്ടാത്ത സാധനം നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെന്താക്കി അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ടാണ്. ഗൈസ് എന്താ റോഡ് കൊടുത്താലും എന്താ റോഡ് ഉണ്ടല്ലേ, ഇവിടുന്ന് അറ്റം വരെ കാണാൻ കഴിയും. അതാരാ നോക്ക്, അവിടെ കൂടിയോ വരുന്നില്ലേ? അവിടെ കൂടിയോ? എപ്പ 1 മണി? ഉച്ചക്ക് 1 മണിക്കോ? ലേനതാ ലേനതാ അതാ ലേന അല്ലേ അതാ ലേഹതാ. ഗൈസ് കിഡോപ്പിയിലെ കളക്ഷൻസും എല്ലാം ഞങ്ങൾ കണ്ടു, വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ഇന്നൊക്കെ പോയിട്ട് ഏകദേശം 6 ദിവസം, ശനിയാഴ്ചക്ക് ഏകദേശം ഒരാഴ്ചയാവും. ഏകദേശം 1 വീക്കായി. എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് എത്തുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, ശനിയാഴ്ച ടിക്കറ്റ് നോക്കി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ എത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തായാലും എത്തിയാൽ കാണാം. അപ്പോൾ ഇത്രയും അർജൻറ്റ് പിടിച്ച് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ചക്കരയുടെ കുറേ വിശേഷങ്ങളൊക്കെ വിശേഷം എന്ന് പറയുന്നത് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. പക്ഷേ കേൾക്കലുണ്ട്, ഇവിടെ സീനൊക്കെ അങ്ങനെ പറയൽ കേൾക്കലുണ്ട്. ഓക്കെ, ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം ഉമ്മാക്ക് പെട്ടെന്നൊന്നും പോയി നിൽക്കാൻ പറ്റുന്ന ദൂരമല്ലായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പോണം എന്ന് ഇങ്ങനെ പറഞ്ഞാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് വിട്ടത്. അതിന് മുന്നേ പോലൊന്ന് പോയി വന്നായിരുന്നു. അതിൻ്റെ ഇടയിൽ സോഫി വന്നപ്പോൾ സോഫിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു പോലെ ഒറ്റയ്ക്ക് കൂടെ ഉണ്ടാച്ച് വന്നതാണ്. നമ്മൾ 10 ദിവസം നിൽക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരു 10 ദിവസം നിന്നിട്ട് വരാൻ വേണ്ടി പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ഉമ്മയൊക്കെ വന്നിട്ടുള്ള നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് പോസ്റ്റ് ആക്കണം. പിന്നെ നോമ്പിന് നനച്ചുള്ളിപ്പണികൾ എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ബ്രാൻഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂട്ടത്തിൽ കിഡോപ്പിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ബിസി ആവണേ. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും പ്രൊമോഷൻസും മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടെ വീഡിയോ എടുക്കാനേ സമയം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും സമയം കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.